വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. വഴക്കുകളും പ്രോബ്ലംസും ഒക്കെ റിലേഷൻഷിപ്പിൽ സാധാരണമാണ്. ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും നെയ്ബേഴ്സ് ആയിട്ടാണെങ്കിലും കൊളീഗ്സ് ആയിട്ടാണെങ്കിലും ഒക്കെ ലൈഫിൽ പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. ചില വഴക്കുകൾ നീണ്ടു പോയി ശത്രുതയിൽ വരെ എത്തിച്ചേരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വഴക്കുകൾ നമുക്ക് പരിഹരിക്കാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, എന്ത് പ്രോബ്ലം ആണെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുക. സംസാരിച്ചാൽ തീരാത്ത പ്രോബ്ലംസ് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും തുറന്ന് സംസാരിക്കാനായിട്ടുള്ള സമയമില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്പൗസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. അതിന് പകരം നിങ്ങൾ കുറച്ചൊരു സമയം കണ്ടെത്തി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് പോകരുത്. അത് കൂടുതൽ പ്രശ്നം വഷളാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം പറഞ്ഞ് പരിഹരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ ആ ഒരു കാര്യം നിങ്ങൾ കാമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ സ്പൗസിനോട് തുറന്ന് സംസാരിക്കുക. അതുപോലെ അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട്, എൻ്റെ ഭാഗം മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഏതൊരു വഴക്കുണ്ടാകുമ്പോഴും രണ്ടുപേരുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ശരികളുണ്ടാവും. നിങ്ങൾ അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും സൈഡിൽ നിൽക്കാതെ, അതായത് നിങ്ങളുടെ സൈഡിലും മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡിലും നിൽക്കാതെ മൂന്നാമതൊരാളായിട്ട് ചിന്തിക്കുക. അതായത് അവരുടെ ഭാഗത്ത് ശരികൾ എന്തൊക്കെയാണ്, അവരുടെ ഭാഗത്തെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതുപോലെ ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണോ ശരി, എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഇല്ലേ, ഇങ്ങനെ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റൂ. അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ നിൽക്കാതിരിക്കുക. അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. മൂന്നാമതായിട്ട്, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പറയുന്നു, പക്ഷെ അവർ പറയാനുള്ളതൊക്കെ കേൾക്കാനായിട്ടുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുന്നില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഭാഗം കേൾക്കാനായിട്ട് കൂടി നമ്മൾ സമയം കണ്ടെത്തുക. അവരെ പറയാൻ അനുവദിക്കുക. അവരുടെ ഭാഗത്തെ ന്യായങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കും. അത് അവർ തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ അവരത് നമ്മുടെ അടുത്ത് പറയുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക. നാലാമതായിട്ട്, ഒരിക്കലും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. നമുക്ക് ഒരാളുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരികയാണെങ്കിൽ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയിക്കൊള്ളുക. അല്ലാണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് ചിലപ്പോൾ കേൾക്കുന്ന ആളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. ആ വേദനിപ്പിച്ച ആ ഒരു കാര്യം നമ്മൾ ക്ഷമ പറഞ്ഞാൽ ഒന്നും തീരില്ല. അവരെ ക്ഷമിക്കുമായിരിക്കും, പക്ഷേ ആ ഒരു വേദന അവരുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റേസ് ആവും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുക. വഴക്കിടുമ്പോൾ മാക്സിമം ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട്, നമ്മൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിനോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ ചില ആളുകളുണ്ട്, അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതായിരിക്കില്ല, അവരുടെ മനസ്സിലെ സങ്കടം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ വോയിസ് ഉയർന്നു പോകുന്നതായിരിക്കും. ചില ആളുകളുണ്ട്, അവർക്ക് സങ്കടം പ്രകടിപ്പിക്കാൻ അറിയില്ല, അവർക്ക് ആ ഒരു വിഷമം കൊണ്ടായിരിക്കും അവർ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പറയരുത്. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കാമായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് വേണം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതായത്, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല, എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് സങ്കടമായിരുന്നു, അപ്പോൾ അത് ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് വന്നത് എന്ന രീതിയിൽ പതുക്കെ നിങ്ങളുടെ ഫീലിങ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ആറാമതായിട്ട്, ഒരിക്കലും നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. നീയാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിൽ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് സംസാരിക്കാതിരിക്കുക. വഴക്കുകൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ്. മേ ബി നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവും, പക്ഷേ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതെ എല്ലാത്തിനും കാരണം നീ മാത്രമാണ് എന്ന രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സിനെ തന്നെ ഹേർട്ട് ചെയ്യും.
അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരാളെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. ഏഴാമതായിട്ട്, നിങ്ങൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പണ്ട് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രോബ്ലംസോ വിളിച്ചു പറയാതിരിക്കുക. ഒരു പ്രോബ്ലം പരിഹരിച്ചാൽ അത് അവിടെ വെച്ച് തീർക്കുക. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം കൂടുതൽ വഷളാവുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് സ്പൗസിനിടയിലൊക്കെ, അതായത് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ പ്രോബ്ലം അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസുമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുമായിട്ടായിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിച്ചാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തൊരു പ്രോബ്ലം വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എടുത്തിടരുത്. എട്ടാമതായിട്ട്, ഇപ്പോൾ നമുക്ക് വഴക്കുള്ളത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട്, അതായത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസും മക്കളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫുമായിട്ടൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്കിടയിൽ വഴക്ക് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടൊരു ടച്ചിലൂടെ പോലും നിങ്ങൾക്ക് ആ ഒരു വഴക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ മക്കളൊക്കെ ആയിട്ട് വഴക്കിടുകയാണെങ്കിൽ അവരുടെ തലയിൽ പതുക്കെ ഒന്ന് തലോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ വഴക്ക് അവിടെ തീരും. അതുപോലെ തന്നെ നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും വൈഫിൻ്റെ അടുത്താണെങ്കിലും ഒന്ന് ഹഗ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.